ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു സിവിൽ ടിപ്സ് PSC. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ സർവേയിലുള്ള കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് നോക്കുന്നത്. അഡ്വാൻസ്ഡ് ലെവലായിട്ടുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക, അതുപോലെ തന്നെ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ദ എറർ ഇൻ വിച്ച് ഒക്വേഴ്സ് വൈൽ കണ്ടക്ടിങ് ദ സർവേ ഫ്രം ഹോൾ ടു പാർട്ട് ആൻഡ് പാർട്ട് ടു ഹോൾ ഈസ്. ഓക്കെ, നമ്മൾ സർവേ കണ്ടക്ട് ചെയ്യുമ്പോൾ നമുക്ക് സർവേയിൽ പ്രിൻസിപ്പിൾ അറിയാം, അവർക്ക് ഫ്രം ഹോൾ ടു പാർട്ട് ആണല്ലേ. അപ്പോൾ അത് നമ്മൾ കണ്ടക്ട് ചെയ്യുമ്പോൾ അവിടെ സംഭവിക്കുന്ന അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഓപ്ഷൻസ് കറക്റ്റ് ചെയ്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻ എയിൽ സെയിം എന്നുണ്ട്. ഓപ്ഷൻ ബി പറയുന്നത് ഇൻ ഹോൾ ടു പാർട്ട് ഈസ് ലോക്കലൈസ്ഡ് ആൻഡ് പാർട്ട് ടു ഹോൾ ഇറ്റ് ഈസ് എക്സ്പാൻഡഡ്. ഓക്കെ, ഓപ്ഷൻ സി ഇൻ ഹോൾ ടു പാർട്ട് ഇറ്റ് ഈസ് എക്സ്പാൻഡഡ് ആൻഡ് ഇൻ പാർട്ട് ടു ഹോൾ ഇറ്റ് ഈസ് ലോക്കലൈസ്ഡ്. ഓപ്ഷൻ ഡി പറയുന്നത് ഇൻ ബോത്ത് ദ മെത്തേഡ് എറർ ഈസ് ലോക്കലൈസ്ഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതിലേതാണ് കറക്റ്റ് ആൻസർ വരിക? നമുക്ക് സർവേയിൽ പ്രിൻസിപ്പിൾ അറിയാമല്ലോ, അവർക്ക് ഫ്രം ഹോൾ ടു പാർട്ടാണ്, അത് ഓർമ്മിക്കുക. ഇതിലേതാണ് കറക്റ്റ് ആൻസർ വരിക? ആൻസർ ഏതാ വരിക? ആൻസർ വരുന്നത് ഹോൾ ടു പാർട്ടാണ്. അപ്പോൾ ഹോൾ ടു പാർട്ടിൽ ലോക്കലൈസ് ആണ്, എറർ ലോക്കലൈസ് ആണ്. ദെൻ പാർട്ട് ടു ഹോൾ ആകുമ്പോഴത്തേക്കും അത് എക്സ്പാൻഡ് ആകും അല്ലേ. ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് അവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ഈ ഒരു കൺസെപ്റ്റ് പഠിച്ചിട്ടുള്ളത് തന്നെയാണ്, നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ളൊരു കൺസെപ്റ്റ് തന്നെയാണ്. പക്ഷേ ക്വസ്റ്റ്യൻ കുറച്ച് അഡ്വാൻസ്ഡ് ലെവലായി വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിൽ മനസ്സിലാക്കി വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കിട്ടും. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ദെൻ രണ്ടാമത്തെ ചോദ്യം: വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ദ സ്മാളസ്റ്റ് സ്കെയിൽ? സ്മാളസ്റ്റ് സ്കെയിൽ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഓപ്ഷനിൽ 1 സെൻറ്റിമീറ്റർ ഈസ് ടു 10 മീറ്റർ എന്നുണ്ട്, 1 ഈസ് ടു 50,000 ഉണ്ട്, 1 സെൻറ്റിമീറ്റർ ഈക്വൽ ടു 1 കിലോമീറ്റർ ഉണ്ട്, 1 ഈസ് ടു 20,000 ഉണ്ട്. ഓക്കെ, ഇതിലേതാ ആൻസർ വരിക? ആൻസർ വരിക പെട്ടെന്ന് ചെക്ക് ചെയ്തേ. ആൻസർ ഏതാ വരിക? നമുക്കറിയാം, നമ്മൾ റേഷ്യോ രൂപത്തിൽ എഴുതുമ്പോൾ ഡിനോമിനേറ്ററിൽ വരുന്നതല്ലേ, ഡിനോമിനേറ്റർ സ്മാൾ ആയാൽ, ഓക്കെ, ഡിനോമിനേറ്റർ സ്മാൾ ആയാൽ അതേതായിരിക്കും? ലാർജ് സ്കെയിൽ ആയിരിക്കും അല്ലേ. ഇനി ഡിനോമിനേറ്റർ ലാർജ് ആയാലോ അത് സ്മാൾ സ്കെയിൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഏതാണ്? സ്മാളസ്റ്റ് സ്കെയിൽ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്മാളസ്റ്റ് സ്കെയിൽ ആകണമെങ്കിൽ ഡിനോമിനേറ്റർ ലാർജ് ആവണം. ഡിനോമിനേറ്റർ ലാർജ് ഏതെന്ന് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, ഏതാ ആൻസർ വരിക? ആൻസർ വരുന്നത് ഏതാണ്? ആൻസർ വരുന്നത് 1 സെൻറ്റിമീറ്റർ ഈസ് ടു 1 കിലോമീറ്റർ ആണല്ലേ, അതാണ് നമുക്ക് ഡിനോമിനേറ്റർ ലാർജ് വരിക. സോ ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ് അവിടെ കറക്റ്റ് ആൻസർ വരിക. ഓക്കെ, ഇത് ചെയ്യാൻ വേറെ ഒന്നുമില്ല, നിങ്ങൾ ഈ 1 സെൻറ്റിമീറ്ററിനെ ഈ ഒരു രൂപത്തിൽ എഴുതി കഴിഞ്ഞാൽ 1 സെൻറ്റിമീറ്റർ ദെൻ 10 മീറ്റർ ആണല്ലേ. ഇപ്പോൾ ഈ മീറ്ററിനെ സെൻറ്റിമീറ്റർ ആക്കുക, ആ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. അതുപോലെ തന്നെ ഇവിടെയും നമ്മൾ ഈ 1 കിലോമീറ്ററിനെ സെൻറ്റിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുക. ഓക്കെ, ദെൻ മൂന്നാമത്തെ ചോദ്യം: വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്കെയിൽ ഈസ് ദ സ്മാളസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് റെസ്പെക്റ്റീവ്ലി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഓപ്ഷനിൽ 1 സെൻറ്റിമീറ്റർ ഈക്വൽ ടു 10 മീറ്റർ ഉണ്ട്, 1 ഈസ് ടു 10,000 ഉണ്ട്, RF ഈസ് ഈക്വൽ ടു 1/10,000 ഉണ്ട്, 1 സെൻറ്റിമീറ്റർ ഈക്വൽ ടു 1000 കിലോമീറ്റർ എന്നുണ്ട്. ഓക്കെ, ഇതിലേതാ വരിക? ക്വസ്റ്റ്യൻ മനസ്സിലാക്കി വായിക്കുക. സ്മാളസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് റെസ്പെക്റ്റീവ്ലി എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഇതിൽ സ്മാളസ്റ്റ് നമുക്ക് ആദ്യം നോക്കാം. സ്മാളസ്റ്റ് സ്കെയിൽ ഏതാ വരിക? സ്മാളസ്റ്റ് നമുക്കറിയാം, ഡിനോമിനേറ്റർ ലാർജ് വന്നു കഴിഞ്ഞാൽ അതാണ് സ്മാളസ്റ്റ് സ്കെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, ഡിനോമിനേറ്റർ ലാർജ് വന്നു കഴിഞ്ഞാൽ അതാണ് സ്മാളസ്റ്റ് സ്കെയിൽ. സോ ഇവിടെ നമുക്ക് സ്മാളസ്റ്റ് സ്കെയിലായിട്ട് നമുക്ക് എസ്സിനെ സെലക്ട് ചെയ്യാം. എസ് ആണ് സ്മാളസ്റ്റ് സ്കെയിലായിട്ട് വരുന്നത്. അതിനോട് ലാർജസ്റ്റ് സ്കെയിൽ ഏതാ വരിക? പി ആണല്ലേ. പി ആണ് ലാർജസ്റ്റ് സ്കെയിൽ വരിക. ഡിനോമിനേറ്റർ സ്മാൾ ആയാൽ അതാണ് ലാർജ് സ്കെയിൽ. സോ ആൻസർ എ ആണ്. ഓക്കെ, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. എസ് സ്മാൾ സ്കെയിലും അതുപോലെ തന്നെ പി ലാർജ് സ്കെയിലും ആണ് വരുന്നത്. ഓക്കെ, ദെൻ നാലാമത്തെ ചോദ്യം: വിച്ച് ഓഫ് ദ ഫോളോവിങ് മെത്തേഡ് ആർ യൂസ്ഡ് ഫോർ ദ മെഷർമെൻറ്റ് ഓഫ് ഡിസ്റ്റൻസ്? ഓക്കെ, ഡിസ്റ്റൻസ് മെഷർമെൻറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഏതൊക്കെയെന്നാണ്. ഓപ്ഷനിൽ ഡയറക്റ്റ് മെത്തേഡ് ഉണ്ട്, ഒപ്റ്റിക്കൽ മെത്തേഡ് ഉണ്ട്, ഇലക്ട്രോണിക് മെത്തേഡ് ഉണ്ട്, ലെവലിംഗ് ഉണ്ട്. ഏതാണ് ആൻസർ വരിക? ആൻസർ വരിക ഏതാണടാ? നമ്മൾ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഏതൊക്കെയാണ്? ഏതാണ് ആൻസർ വരിക? നമ്മൾ ഡയറക്റ്റ് മെത്തേഡ് യൂസ് ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ ഒപ്റ്റിക്കൽ മെത്തേഡ് യൂസ് ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ ഇലക്ട്രോണിക് മെത്തേഡും യൂസ് ചെയ്യാറുണ്ട്. ഓപ്ഷൻ ബി ആണ്. ഓക്കെ, 1, 2, 3. ഓക്കെ, ഓപ്ഷൻ ബി ആണ് അവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ,
ദെൻ അഞ്ചാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണ് പിക്ക് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഇൻ സർവേയർ കോമ്പസ് നോർത്ത് ആൻഡ് സൗത്ത് ഈസ് ഡെസിഗ്നേറ്റഡ് ബൈ 0 ഡിഗ്രി, ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് ഈസ് ഡെസിഗ്നേറ്റഡ് ബൈ 90 ഡിഗ്രി. അത് കറക്റ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണോ? ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണോ? സർവേസ് കോമ്പസ് നോർത്ത് ആൻഡ് സൗത്ത് ഈസ് ഡെസിഗ്നേറ്റഡ് ബൈ 0 ആൻഡ് ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് ഈസ് ഡെസിഗ്നേറ്റഡ് ബൈ 90 ഡിഗ്രി. ഏതാണ്? അത് കറക്റ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണല്ലേ. ദെൻ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്, ഇൻ പ്രിസ്മാറ്റിക് കോമ്പസ് ഹോൾ സർക്കിൾ ബിയറിംഗ് ആർ പ്രിൻറ്റഡ് വിത്ത് നോർത്ത് as 0. അത് കറക്റ്റാണോ? മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്, എ കൗണ്ടർ വെയിറ്റ് ഈസ് അറ്റാച്ച്ഡ് ടു മാഗ്നറ്റിക് നീഡിൽ ഓഫ് എ കോമ്പസ് ടു കൗണ്ടർ ആക്ട് ഡിക്ലിനേഷൻ. ഓക്കെ, അപ്പോൾ ഈ 3 സ്റ്റേറ്റ്മെൻറ്റിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ് കറക്റ്റ് ആയിട്ടുള്ളത്? പെട്ടെന്ന് ചെക്ക് ചെയ്തേ. ആൻസർ ഏതാ വരിക? ആൻസർ വരുന്നത് ഏതാണ്ട് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ്. ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണ് പിക്ക് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. സോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് കറക്റ്റ് ആയിട്ടുള്ളത്. സോ ഓപ്ഷൻ എ ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ ആറാമത്തെ ചോദ്യം, കൺസിഡർ ദ ഫോളോവിങ് ഈസ് നോട്ട് ദ കോൺട്രസ്റ്റ് ഓഫ് വേരിയേഷൻ ഇൻ മാഗ്നറ്റിക് ഡീക്ലിനേഷൻ. ഓക്കെ, മാഗ്നറ്റിക് ഡീക്ലിനേഷൻ്റെ അല്ലാത്തത് ഏതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഓപ്ഷനിൽ ഏതൊക്കെയുണ്ടോ? സെക്കുലാർ ഉണ്ട്, ഡയറൂണൽ ഉണ്ട്, ആനുവൽ ഉണ്ട്, റെഗുലർ ഉണ്ട് അല്ലേ. ഇതിലേതാണ് കറക്റ്റ് ആൻസർ വരിക? പെട്ടെന്ന് ചെക്ക് ചെയ്ത് പറഞ്ഞാൽ ആൻസർ ഏതാ വരിക? സെക്കുലാർ ഉണ്ട്, അതുപോലെ തന്നെ ഡയറൂണൽ വേരിയേഷൻ ഉണ്ട്, ആനുവൽ വേരിയേഷൻ ഉണ്ട്, റെഗുലർ ഉണ്ട്. ഓക്കെ, ഏതാ വരിക ആൻസർ? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണല്ലേ. ഓപ്ഷൻ ഡി ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത് അല്ലേ. ഓപ്ഷൻ ഡി ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അവിടെ കറക്റ്റ് ആൻസർ ഏതാ വരിക? നമുക്ക് റെഗുലർ അല്ല നമ്മളവിടെ പറയുന്നത്, ഇറഗുലർ ആണല്ലേ. ഇറഗുലർ ആണ് നമ്മളവിടെ പറയുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ ആ ഒരു സെക്കുലർ വേരിയേഷൻ എത്രയാണെന്ന് പറയാം. സെക്കുലർ വേരിയേഷൻ്റെ വാല്യൂസ് എത്രയാണ് വരുന്നത്? നമുക്കത് 5 മിനിറ്റ് ടു 10 മിനിറ്റ് ആണല്ലേ വരുന്നത്. 5 മിനിറ്റ് ടു 10 മിനിറ്റ് ആണ് വരുന്നത്. ഇനി ഡയറൂണൽ വേരിയേഷൻ ആണെങ്കിലോ, ഡയറൂണൽ വേരിയേഷൻ അപ് ടു 10 മിനിറ്റ് ആണല്ലേ വരുന്നത്. ഡയറൂണൽ വേരിയേഷൻ അപ് ടു 10 മിനിറ്റ് ആണ് വരുന്നത്. ഇനി ആനുവൽ വേരിയേഷൻ ആണെങ്കിലോ, ആനുവൽ വേരിയേഷൻ 1 മിനിറ്റ് ടു 2 മിനിറ്റ് വരും. ഓക്കെ, 1 മിനിറ്റ് ടു 2 മിനിറ്റ് വരും. ഇനി ഇറഗുലർ വേരിയേഷൻ്റെ ഏത് വരാം? 1 ഡിഗ്രി ടു 2 ഡിഗ്രി വരാം. ഓക്കെ, ഇറഗുലർ വേരിയേഷൻ്റെത് 1 ഡിഗ്രി ടു 2 ഡിഗ്രി. ക്വസ്റ്റനിൽ നോട്ട് എ കോൺട്രസ്റ്റ് ഓഫ് വേരിയേഷൻ ഓഫ് വേരിയേഷൻസ് ഇൻ മാഗ്നറ്റിക് ഡീക്ലിനേഷൻസ് ആണ് ചോദിക്കുന്നില്ല. അപ്പം ഓപ്ഷൻ ഡി റെഗുലർ ആണ് അവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ ഏഴാമത്തെ ചോദ്യം, ഫോർ എ പ്രിസ്മാറ്റിക് കോമ്പസ് റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്, 0 ഈസ് പ്ലേസ്ഡ് അറ്റ് സൗത്ത്, സോ വാട്ട് എവർ ഒബ്സർവേഷൻ ആർ ടേക്കൺ വിത്ത് പ്രിസ്മാറ്റിക് കോമ്പസ് 180 ഡിഗ്രി ഷുഡ് ബി ആഡഡ് ടു ഗെറ്റ് ദ ഹോൾ സർക്കിൾ ബിയറിംഗ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഹോൾ സർക്കിൾ ബിയറിംഗ് ഈസ് ഒബ്റ്റൈൻഡ്. ഓക്കെ, മൂന്നാമത്തേത്, ദ ഗ്രാജുവേഷൻസ് ഓൺ ദ ഗ്രാജുവേറ്റഡ് റിംഗ്സ് ആർ ഇൻവേർട്ടഡ്. നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, പ്രിസം ഈസ് പ്രൊവൈഡഡ് ടു ടേക്ക് ദ ഒബ്സർവേഷൻ. ഓക്കെ, ഇതിൽ റോങ് സ്റ്റേറ്റ്മെൻറ്റ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. നമ്മൾ പ്രിസ്മാറ്റിക് കോമ്പസിൽ നമ്മൾ ഹോൾ സർക്കിൾ ബിയറിംഗ് സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ നമുക്കറിയാം അതിൽ ഗ്രാജുവേഷൻസ് മാർക്ക് ചെയ്ത് ഇൻവേർട്ടഡ് ആയിട്ടാണ്. നമുക്കതിൽ ഇൻവേർട്ടഡ് ആയിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്കവിടെ പ്രിസം ആവശ്യമാണ്, ഒബ്സർവ് ചെയ്യാൻ പ്രിസം ആവശ്യമാണ്. ഇതിൽ ബിയും സിയും ഡിയും കറക്റ്റായ സ്റ്റേറ്റ്മെൻറ്റുകളാണല്ലേ. സോ ഓപ്ഷൻ എ ആണ് റോങ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരുന്നത്. സോ ഓപ്ഷൻ ഏതാണ് അവിടെ ആൻസർ വരിക? ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ്, എ ഓൺലി. അതാണ് എ സ്റ്റേറ്റ്മെൻ്റ് ആണ് അവിടെ റോങ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ എട്ടാമത്തെ ചോദ്യം നോക്കാം. ആഫ്റ്റർ പ്രോപ്പർ ഫോക്കസിങ് ആൻഡ് കംപ്ലീറ്റ് റിമൂവൽ ഓഫ് പാരലാക്സ്. ഓപ്ഷൻ പറയുന്നത്, ദ ക്രോസ് ഹെയർ വിൽ ബി ഇൻ ദ പ്ലെയിൻ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വിഷൻ ഓഫ് ദ ഒബ്സർവർ. ഓപ്ഷൻ ബി, ദ ക്രോസ് ഹെയർ വിൽ നോട്ട് ബി ഇൻ ദ പ്ലെയിൻ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വിഷൻ ഓഫ് ദ ഒബ്സർവർ. ദ ഇമേജ് ഓഫ് ദ ഒബ്ജക്റ്റ് വിൽ ബി ഫോംഡ് ഇൻ ദ പ്ലെയിൻ ഓഫ് ക്രോസ് ഹെയർ, നൺ ഓഫ് ദി എബോവ്. ഓക്കെ, ഏതാണ് കറക്റ്റ് ആൻസർ വരിക? ആൻസർ ഏതാ വരിക? ആഫ്റ്റർ പ്രോപ്പർ ഫോക്കസിങ് ആൻഡ് കംപ്ലീറ്റ് റിമൂവൽ ഓഫ് പാരലാക്സ്. ഏതാണ് ആൻസർ വരിക? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ്, ദ ഇമേജ് ഓഫ് ദ ഒബ്ജക്റ്റ് വിൽ ബി ഫോംഡ് ഇൻ ദ പ്ലെയിൻ ഓഫ് ക്രോസ് ഹെയർ ആണല്ലേ. സോ ഓപ്ഷൻ സി. ഓക്കെ, ഓപ്ഷൻ സി ആണ് അവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ ഒൻപതാമത്തെ ചോദ്യം നോക്കാം. ദ ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് എ തിയോഡലൈറ്റ് ഇൻക്ലൂഡ്. ഓക്കെ, ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മുടെ തിയോഡലൈറ്റിൽ നമ്മൾ ചെയ്യുന്ന ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ് ഏതൊക്കെയെന്നാണ്. ദെൻ ഒന്നാമത്തത് സെറ്റിംഗ് തിയോഡലൈറ്റ് ഓവർ എ സ്റ്റേഷൻ, ലെവലിംഗ് അപ്പ്, എലിമിനേറ്റിംഗ് പാരലാക്സ്, ടു അഡ്ജസ്റ്റ് ടു ആക്സിസ് ഓഫ് ടെലസ്കോപ്പ് പാരലൽ ടു ലൈൻ ഓഫ് കോളിമേഷൻ. ഓക്കെ, ഏതൊക്കെയാണ് ആൻസർ വരിക? ആൻസർ ഏതൊക്കെയാണ് വരിക? നമുക്ക്
ഏതൊക്കെയാണ് ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ്? ഏതൊക്കെയാണ്? സെറ്റിംഗ് തിയോളൈറ്റ് ഓവർ സ്റ്റേഷൻ, അത് ടെമ്പററി അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ലെവലിംഗ് അപ്പോൾ ടെമ്പററി ആണ്. എലിമിനേറ്റ് പാരലാക്സും ടെമ്പററി അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. സോ 1, 2, 3 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. നമ്മുടെ ഈ ഓപ്ഷൻ ഇത് 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത് അത് പെർമനൻറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ആണല്ലേ. സോ ഓപ്ഷൻ ബി ആണ് അവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ 10ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോവിങ് ആർ ഫണ്ടമെൻ്റൽ ലൈൻസ് ഓഫ് എ തിയോഡലൈറ്റ്? തിയോഡലൈറ്റിലെ ഫണ്ടമെൻ്റൽ ലൈൻസ് ഏതൊക്കെയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഓപ്ഷനിൽ ഏതൊക്കെയുണ്ട്? വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ആക്സിസ് ഉണ്ട്, ദ ഡയഗണലി ഓപ്പോസിറ്റ് സ്ക്രീവ് ലൈൻസ് ഉണ്ട്, ദ ലൈൻ ഓഫ് കോളിമേഷൻ ആൻഡ് ആക്സിസ് ഓഫ് ദ പ്ലേറ്റ് ലെവൽ ഉണ്ട്, ദ ബബിൾ ലൈൻ ഓഫ് ആൾട്ടിറ്റ്യൂഡ് ലെവൽ ഉണ്ട് അല്ലേ. സെലക്ട് ചെയ്ത കറക്റ്റ് ആൻസറാണ് സെലക്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. തിയോഡലൈറ്റിൻ്റെ ഫണ്ടമെൻ്റൽ ലൈൻസ് ഏതൊക്കെയാണ് വരിക? ഏതൊക്കെയാണ് ആൻസർ വരുന്നത്? ഏതൊക്കെയാണ്? ഓപ്ഷൻ ഏതാണ്ട് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ് വരുന്നത് അല്ലേ. 1, അതായത് വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ആക്സിസ് ഉണ്ട്, അതുപോലെ തന്നെ ദ ലൈൻ ഓഫ് കോളിമേഷൻ ആൻഡ് ആക്സിസ് ഓഫ് ദ പ്ലേറ്റ് ലെവലാണ്, ദെൻ ദ ബബിൾ ലൈൻ ഓഫ് ആൾട്ടിറ്റ്യൂഡ് ലെവലും അത് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് അല്ലേ. സോ 1, 3, 4 അതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ 11ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോവിങ് പെയർ ഈസ് നോട്ട് കറക്റ്റ്ലി മാച്ച്ഡ് അല്ലെ. നോട്ട് കറക്റ്റ്ലി എന്നാണ് പറയുന്നത്. ഒന്നാമത്തേത് ഡീക്ലിനേഷനാണ് പറയുന്നത് അല്ലേ. ഡീക്ലിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഹൊറിസോണ്ടൽ ആംഗിൾ ബിറ്റ്വീൻ മാഗ്നറ്റിക് മെറിഡിയൻ ആൻഡ് ട്രൂ മെറിഡിയൻ, അത് കറക്റ്റാണ്. ബൗഡിച്ച് റൂൾസ് എന്താണ് പറയുന്നത്? എംപ്ലോയ്സ് ടു അഡ്ജസ്റ്റ് ക്ലോസിംഗ് ഇറർ ഓഫ് എ ക്ലോസ്ഡ് ട്രാവേഴ്സ്. ഡിഫ്ലക്ഷൻ ആംഗിൾ എന്താണ് പറയുന്നത്? മെഷർ ഇൻ കേസ് ഓഫ് ഓപ്പൺ ട്രാവേഴ്സ് ഇൻസ്റ്റഡ് ഓഫ് മെഷറിംഗ് ഇൻക്ലൂഡഡ് ആംഗിൾ. റെക്കഗ്നൈസൻസ് സർവേ എന്താണ് പറയുന്നത്? എംപ്ലോയിഡ് ഫോർ ഡീറ്റെയിൽഡ് ആൻഡ് പ്രിസൈസ് സർവേ. ഇതിൽ കറക്റ്റ് അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. കറക്റ്റ് അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് കറക്റ്റ് ആൻസർ വരിക? ആൻസർ ഏതാണ് വരിക? നമ്മൾ റെക്കഗ്നൈസൻസ് സർവേ ഡീറ്റെയിൽഡ് ആൻഡ് പ്രിസൈസ് സർവേക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ല. സോ ഓപ്ഷൻ ഡി ആണ് അവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ 12ാമത്തെ ചോദ്യം, റീഡ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ്. ദ ഫസ്റ്റ് റീഡിംഗ് ടേക്കൺ ആഫ്റ്റർ സെറ്റിംഗ് ദ ഇൻസ്ട്രുമെൻറ്റ് ഈസ് ഫോർസൈറ്റ്. രണ്ടാമത്തേത് പറയുന്നത് ദ പോയിന്റ് അറ്റ് വിച്ച് ബോത്ത് ഫോർസൈറ്റ് ആൻഡ് ബാക്ക് സൈറ്റ് ആർ ടേക്കൺ ഇൻ ടേണിംഗ് പോയിന്റ്. റെഡ്യൂസ്ഡ് ലെവൽ ഓഫ് എ പോയിന്റ് ഈസ് ദ ലെവൽ ഓഫ് എ പോയിന്റ് വിത്ത് റെസ്പെക്ട് ടു അസ്യൂംഡ് ഡാറ്റം. ഗ്രേറ്റ് ട്രിഗണോമെട്രിക് സർവേ ബെഞ്ച് മാർക്ക് ആർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ സർവേ ഓഫ് ഇന്ത്യ ഫ്രം മെയിൻ സീ ലെവൽ. വിച്ച് ഓഫ് ദ എബോവ് സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ്? ഓക്കെ, കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ദ ഫസ്റ്റ് റീഡിംഗ് ടേക്കൺ ആഫ്റ്റർ സെറ്റിംഗ് ദ ഇൻസ്ട്രുമെൻറ്റ് ഈസ് ഫോർസൈറ്റ്, അത് കറക്റ്റ് ആണോ? ആൻസർ ഏതെന്ന് പിക്ക് ചെയ്തേ. പെട്ടെന്ന് ഓരോ സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചിട്ട് പിക്ക് ചെയ്തേ. ആൻസർ ഏതാ വരിക? ഓക്കെ, ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണല്ലേ. QRS സ്റ്റേറ്റ്മെൻറ്റുകളാണ് അവിടെ കറക്റ്റ് ആയിട്ടുള്ളത് അല്ലേ. സോ ഓപ്ഷൻ ബി ആണല്ലേ. ഓപ്ഷൻ ബി ആണ് അവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ 13ാമത്തെ ചോദ്യം, കൺസിഡർ ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റോങ് ഇൻ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോണ്ടൂർ. റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ക്ലോസ്ഡ് കോണ്ടൂർ ലൈൻസ് വിത്ത് ഹയർ വാല്യൂ ഇൻസൈഡ് ഷോ എ ലേക്ക്. ഓക്കെ, രണ്ടാമത്തേത്, കോണ്ടൂർ ഈസ് ആൻ ഇമാജിനറി ലൈൻ ജോയിനിങ് പോയിന്റ് ഓഫ് ഈക്വൽ എലിവേഷൻ. മൂന്നാമത്തേത്, ക്ലോസ്ലി സ്പേസ്ഡ് കോണ്ടൂർ ഇൻഡിക്കേറ്റ് സ്റ്റീപ്പ് സ്ലോപ്പ്. നാലാമത്തേത്, കോണ്ടൂർ ലൈൻസ് ക്യാൻ ക്രോസ് ഈച്ച് അതർ ഇൻ കേസ് ഓഫ് ഓവർ ഹാങ്ങിങ് ക്ലിഫ്. ഓക്കെ, ഇതിൽ നമ്മുടെ റോങ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാ വരിക? ആൻസർ പിക്ക് ചെയ്തേ. ആൻസർ ഏതാ വരിക? ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ. ഓപ്ഷൻ എ ആണ് അവിടെ റോങ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അതായത് നമുക്ക് കോണ്ടൂറിൽ നമ്മൾ ബേസിക്കായിട്ട് പഠിക്കുന്ന കാര്യം തന്നെയാണ്. ദെൻ 14ാമത്തെ ചോദ്യം നോക്കാം. ദ പ്ലോട്ടിംഗ് ഓഫ് ഇൻആക്സസിബിൾ പോയിന്റ് ഇൻ എ പ്ലെയിൻ ടേബിൾ സർവേ ഈസ്. പ്ലോട്ടിംഗ് ഓഫ് ഇൻആക്സസിബിൾ പോയിന്റ് ഇൻ പ്ലെയിൻ ടേബിൾ സർവേ ഈസ് എന്നാണ്. ഓപ്ഷനിൽ റേഡിയേഷൻ, ഇന്റർസെക്ഷൻ, റിസെക്ഷൻ, ട്രാവേഴ്സിങ്. ഓക്കെ, ഏതാണ് ആൻസർ വരിക? നമ്മൾ ഇൻആക്സസിബിൾ പോയിന്റ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഏതാണ് ആൻസർ വരിക? ആൻസർ വരുന്നത് ഏതാണ്ടാ? ആൻസർ വരുന്നത് നമ്മുടെ ഓപ്ഷൻ ബി ആണല്ലേ. ഓപ്ഷൻ ബി ആണ് ഇന്റർസെക്ഷൻ ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത് അല്ലേ. നമ്മൾ റേഡിയേഷൻ മെത്തേഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ റേഡിയേഷൻ മെത്തേഡ് മോസ്റ്റ് ആക്യുറേറ്റ് മെത്തേഡാണ്. അതുപോലെ തന്നെ നമ്മൾ സ്മാൾ ഏരിയസിലാണ് നമ്മൾ റേഡിയേഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അടുത്ത് നമ്മുടെ റേഡിയേഷൻ, അതുപോലെ തന്നെ റേഡിയേഷനും ഇന്റർസെക്ഷൻ മെത്തേഡ് നമ്മൾ പോയിന്റ്സിനെ പ്ലോട്ട് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത് അല്ലേ. റേഡിയേഷനും അതുപോലെ തന്നെ ഇന്റർസെക്ഷൻ മെത്തേഡും നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? പോയിന്റ്സിനെ പ്ലോട്ട് ചെയ്യാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ.
അതുപോലെ തന്നെ നമ്മുടെ ട്രാവേഴ്സും അതുപോലെ തന്നെ റിസക്ഷനും നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇൻസ്ട്രുമെൻ്റ് സ്റ്റേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ. അതിൽ തന്നെ ഇപ്പം ഇൻസ്ട്രുമെൻ്റ് സ്റ്റേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ക്വസ്റ്റ്യൻ തന്നിട്ട് അതിൻ്റെ ഓപ്ഷനിൽ റിസക്ഷനും ട്രാവേഴ്സും ഓപ്ഷനിലുണ്ടെങ്കിൽ നമ്മൾ ഏത് പിക്ക് ചെയ്യും? അതിൽ കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ട് വരുന്ന ആൻസർ എന്ന് പറയുന്നത് റിസക്ഷനാണ്. ഓക്കെ, ഒന്നുകൂടെ പറയുന്നു, നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇൻസ്ട്രുമെൻ്റ് സ്റ്റേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഏത് മെത്തേഡാണെന്ന് ചോദിച്ചിട്ട് അതിൻ്റെ ഓപ്ഷനിൽ റിസക്ഷനും അതുപോലെ തന്നെ ട്രാവേഴ്സും ഓപ്ഷനിലുണ്ടെങ്കിൽ കുറച്ചുകൂടെ മോർ ആക്യുറേറ്റ് ആൻസർ എന്ന് പറയുന്നത് റിസക്ഷനാണ്. ഓക്കെ, അത് ഓർമ്മിക്കുക. നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പ്ലോട്ടിംഗ് ഓഫ് ഇന്നാക്സസിബിൾ പോയിന്റ് ഇൻ എ പ്ലെയിൻ ടേബിൾ സർവേ, അതിൽ ആൻസർ ഏതാണ് വരുന്നത്? ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ്, ഇന്റർസെക്ഷൻ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ 15ാമത്തെ ചോദ്യം നോക്കാം. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. 15ാമത്തെ ചോദ്യം, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ദ സൊല്യൂഷൻ ഓഫ് 3 point പ്രോബ്ലം ഇൻ പ്ലെയിൻ ടേബിൾ സർവേയിങ് ഈസ് എയ്ഡഡ് ബൈ ലേഹ്മാൻസ് റൂൾ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ദ ആപ്ലിക്കേഷൻ ഓഫ് ലേഹ്മാൻസ് റൂൾ റെഡ്യൂസ് ദ ട്രയാങ്കിൾ ഓഫ് ഇറർ ആൻഡ് ഈസ് കൺട്രോൾഡ് ബൈ ട്രയൽ ആൻഡ് ഇറർ മെത്തേഡ്. ഓക്കെ, ഏതാണ് ആൻസർ വരിക? ആൻസർ ഏതാ വരിക? ഓപ്ഷൻ പറയുന്നത് ഏതൊക്കെയാണ്? ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 and statement 2 are individually true and statement 2 is correct explanation of statement 1. ഓക്കെ ആണോ? അതാണോ ആൻസർ? ഓപ്ഷൻ ബി പറയുന്നത് ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 and 2 are individually true and statement 2 is not correct explanation of statement 1. ഓപ്ഷൻ സിയിൽ സ്റ്റേറ്റ്മെന്റ് 1 is true and statement 2 is false. ഓപ്ഷൻ ഡി സ്റ്റേറ്റ്മെന്റ് 1 is false and statement 2 is true. ഏതാണ് ആൻസർ വരിക? പെട്ടെന്ന് പിക്ക് ചെയ്ത ആൻസർ ഏതാ വരിക? ആൻസർ വരുന്നത് ഏതാണ്ടാ? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ് അവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നമ്മൾ 2 point പ്രോബ്ലത്തിലാണ് നമ്മൾ ഇന്നാക്സസിബിൾ പോയിന്റിനെ പ്ലോട്ട് ചെയ്യുന്നത് അല്ലേ. രണ്ട് ഇന്നാക്സസിബിൾ പോയിന്റിനെ പ്ലോട്ട് ചെയ്യുന്നത് നമ്മൾ 2 point പ്രോബ്ലം മെത്തേഡ് വെച്ചിട്ടാണല്ലേ. 3 point പ്രോബ്ലം ആണെങ്കിൽ നമ്മൾ 3 point ആണ് അവിടെ എടുക്കുന്നത്. ഇനി അതുപോലെ തന്നെ ഈ 3 point പ്രോബ്ലം മെത്തേഡിൻ്റെ മെത്തേഡ്സ് ഏതൊക്കെയാണ്? 3 point പ്രോബ്ലം മെത്തേഡിൻ്റെ മെത്തേഡ്സ് ഏതൊക്കെയാണ്? നമ്മൾ മെക്കാനിക്കൽ അല്ലെങ്കിൽ ട്രേസിംഗ് പേപ്പർ അല്ലെങ്കിൽ ട്രേസിംഗ് ക്ലോത്ത് മെത്തേഡ് എന്ന് പറയാം. ഓക്കെ, മെക്കാനിക്കൽ അല്ലെങ്കിൽ ട്രേസിംഗ് പേപ്പർ അല്ലെങ്കിൽ ട്രേസിംഗ് ക്ലോത്ത് മെത്തേഡ് എന്ന് പറയാം. രണ്ടാമത്തേത് ബെസൽസ് ഗ്രാഫിക്കൽ മെത്തേഡാണ്. മൂന്നാമത്തേത് ട്രയൽ ആൻഡ് ഇറർ മെത്തേഡ് അല്ലെങ്കിൽ എന്ത് പറയാം? ട്രയാങ്കിൾ ആൻഡ് ഇറർ അല്ലെങ്കിൽ ലേഹ്മാൻസ് മെത്തേഡ് എന്ന് പറയാം. ഓക്കെ, ആ 3 മെത്തേഡ് ഒന്നുകൂടെ പറയുന്നു. മെക്കാനിക്കൽ മെത്തേഡ് അല്ലെങ്കിൽ ട്രേസിംഗ് പേപ്പർ മെത്തേഡ് അല്ലെങ്കിൽ ട്രേസിംഗ് ക്ലോത്ത് മെത്തേഡ്. രണ്ടാമത്തേത് ബെസൽസ് ഗ്രാഫിക്കൽ മെത്തേഡ്. മൂന്നാമത്തേത് ഏതാണ്? ട്രയൽ ആൻഡ് ഇറർ അല്ലെങ്കിൽ ട്രയാങ്കിൾ ഓഫ് ഇറർ അല്ലെങ്കിൽ ലേഹ്മാൻസ് മെത്തേഡ്. ഈ 3 മെത്തേഡിൽ ഇപ്പം നമ്മൾ ഈ പറയുന്നത് മെക്കാനിക്കൽ, അതേപോലെ തന്നെ ബെസൽസ് ഗ്രാഫിക്കൽ മെത്തേഡ്, അതുപോലെ തന്നെ ട്രയൽ ആൻഡ് ഇറർ മെത്തേഡ്. അതിൽ നമ്മൾ മോസ്റ്റ് കോമൺ മെത്തേഡ് ഏതായിട്ടാണ് പറയുന്നത്? അതിൽ നമ്മൾ മോസ്റ്റ് കോമൺ മെത്തേഡായിട്ട് പറയുന്നത് ഏതാണ്? ബെസൽസ് ഗ്രാഫിക്കൽ മെത്തേഡാണ് നമ്മൾ മോസ്റ്റ് കോമൺ മെത്തേഡായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതോടെ ഓർമ്മിച്ച് വെച്ചിരിക്കുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. 16ാമത്തെ ചോദ്യം, മാച്ച് ദ ഫോളോവിങ്. ഓക്കെ, മാച്ച് ദ ഫോളോവിങ് ആണ്. ഓപ്ഷൻ ലിസ്റ്റ് 1 സെക്സ്റ്റൻറ്റ്, അതുപോലെ തന്നെ ഇഡോഗ്രാഫ്, സബ്സ്റ്റൻസ് ബാർ, പ്ലാനിങ് മീറ്റർ. ലിസ്റ്റ് 2 ടു ഡിറ്റർമിൻ ദ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്, ടു മെഷർ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ആംഗിൾ, ടു മെഷർ ദ ഏരിയ ഓഫ് പ്ലാൻ ഓഫ് എനി ഷേപ്പ്, ടു എൻലാർജ് ഓർ റെഡ്യൂസ് മാപ്പ്. ഓക്കെ, മാച്ച് ചെയ്തേ പെട്ടെന്ന് മാച്ച് ചെയ്തേ. ഏതാണ് ആൻസർ വരിക? പെട്ടെന്ന് പിക്ക് ചെയ്തേ. ഓക്കെ എന്ന് വിചാരിക്കുന്നു. നമുക്ക് നോക്കാം. സെക്സ്റ്റൻറ്റ് എന്ന് പറയുന്നത് ഏതാണ് വരുക? സെക്സ്റ്റൻറ്റ് എന്ന് പറയുന്നത് ടു മെഷർ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ആംഗിൾ ആണല്ലേ. ടു മെഷർ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ആംഗിൾ ആണ്. ദെൻ ഇഡോഗ്രാഫ് ആണെങ്കിലോ, ഇഡോഗ്രാഫ് ടു എൻലാർജ് ഓർ റെഡ്യൂസ് മാപ്പ് ആണല്ലേ ഇഡോഗ്രാഫ്. ദെൻ സബ്സ്റ്റൻസ് ബാർ ഏതാ വരിക? സബ്സ്റ്റൻസ് ബാർ ടു ഡിറ്റർമൈൻ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ്. ടു ഡിറ്റർമൈൻ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ്. പ്ലാനിങ് മീറ്റർ ആണെങ്കിലോ, പ്ലാനിങ് മീറ്റർ നമുക്ക് ടു മെഷർ ഏരിയ ഓഫ് പ്ലാൻ ഓഫ് എനി ഷേപ്പ്. ഓക്കെ, അപ്പോൾ ആൻസർ ഏതാ വരിക? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണല്ലേ. എ എന്ന് പറയുന്നത് 2 ആണ്, ബി 4 ആണ്, ദെൻ സി 1 ആണ്, ഡി 3 ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ് അവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള മാച്ച് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് കുറച്ച് കൂടുതൽ പ്രതീക്ഷിക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് കറക്റ്റായിട്ട് നോക്കിക്കൊണ്ട് പോവുക. ഓക്കെ, ദെൻ 17ാമത്തെ ചോദ്യം നോക്കാം. ലീസ്റ്റ് കൗണ്ട് ഓഫ് തിയോഡലൈറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷനിൽ 30 മിനിറ്റ് ഉണ്ട്, 15 മിനിറ്റ് ഉണ്ട്, 5 മിനിറ്റ് ഉണ്ട്, 20 സെക്കൻഡ് ഉണ്ടല്ലേ. ഏതാണ് കറക്റ്റ് ആൻസർ? നമ്മുടെ തിയോഡലൈറ്റിൻ്റെ ലിസ്റ്റ് കൗണ്ട് ഏതാ വരിക? ഓപ്ഷൻ ഡി ആണല്ലേ. ഓപ്ഷൻ ഡി ആണ്, 20 സെക്കൻഡ് ആണ് വരിക. ഓക്കെ, നമുക്കവിടെ നമ്മുടെ ലെവലിംഗ് സ്റ്റാഫിൻ്റെ ലിസ്റ്റ് കൗണ്ട് എത്രയാണ് വരിക? ലിസ്റ്റ് കൗണ്ട് വരുന്നത് 5 mm ആണല്ലേ. ലെവലിംഗ് സ്റ്റാഫിൻ്റെ 5 mm ആണ്. അതുപോലെ തന്നെ
നമ്മുടെ പ്രിസ്മാറ്റിക് കോമ്പസ് ആണെങ്കിലോ പ്രിസ്മാറ്റിക് കോമ്പസിൻ്റെ എത്രയാണ് വരിക? പ്രിസ്മാറ്റിക് കോമ്പസിൻ്റെത് 30 മിനിറ്റ് ആണല്ലേ, 30 മിനിറ്റ് ആണ് വരിക. അതുപോലെ തന്നെ സർവേസ് കോമ്പസിൻ്റെതാണെങ്കിലോ സർവേസ് കോമ്പസിൻ്റെത് 15 മിനിറ്റ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതും ഓർമ്മിക്കുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 18ാമത്തെ ചോദ്യം. ഇൻ ട്രാൻസിറ്റ് തിയോഡറൈറ്റ് ഇറർ ഡ്യൂ ടു എസെൻട്രിസിറ്റി ഓഫ് വെർനിയർ ക്യാൻ ബി കൗണ്ടറാക്റ്റഡ് ബൈ. ഓക്കെ, ഓപ്ഷനിൽ റീഡിങ് ബോത്ത് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഫേസസ്, റീഡിങ് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് മെയിൻ സ്കെയിൽ, ടേക്കിംഗ് ബോത്ത് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് സ്വിങ് റീഡിങ് ബോത്ത് ദ വെർനിയർ. ഓക്കെ, ഏതാണ് ആൻസർ വരിക? ക്വസ്റ്റ്യൻ ഇതാണ്. ട്രാൻസിറ്റ് തിയോഡറൈറ്റിൽ ഇറർ ഡ്യൂ ടു എസെൻട്രിസിറ്റി ഓഫ് വെർനിയർ ക്യാൻ ബി കൗണ്ടറാക്റ്റഡ് ബൈ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഏതാണ് ആൻസർ വരിക? ആൻസർ വരിക ഏതാണ്? പെട്ടെന്ന് പിക്ക് ചെയ്തേ. ആൻസർ വരിക ഏതാണ്? റീഡിങ് ബോത്ത് ദ വെർനിയർ ആണല്ലേ, ഓപ്ഷൻ ഡി. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് അവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ലെങ്ത് ഓഫ് ദ ചെയിൻ ഈസ് 30 മീറ്റർ ഇഫ് ദ ഡിഗ്രി ഓഫ് ദ കർവ് ഈസ് 3 ഡിഗ്രി, ദ റേഡിയസ് ഓഫ് ദ കർവ്. ഓക്കെ, അപ്പം നമുക്ക് ചെയിൻ 30 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഡിഗ്രി ഓഫ് കർവ് 3 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. നമ്മൾ റേഡിയസ് ഓഫ് കർവ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. നമുക്കിതെങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കിവിടെ 30 മീറ്റർ ചെയിൻ ആണല്ലേ തന്നിരിക്കുന്നത്. അപ്പം ആൻസർ അറിയാവുന്നവർക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം കേട്ടോ. നിങ്ങൾ ആൻസർ കണ്ടുപിടിക്കുക. ഓക്കെ, നമുക്കിവിടെ ചെയിൻ 30 മീറ്റർ ആണ് തന്നിരിക്കുന്നത്. സോ നമ്മളവിടെ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യും? ഡി ഈസ് ഈക്വൽ ടു 1719/r എന്ന ഇക്വേഷൻ നമ്മളവിടെ യൂസ് ചെയ്യും അല്ലേ. നമുക്കിവിടെ റേഡിയസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ റേഡിയസ് കാണാനായിട്ട് എന്ത് ചെയ്യുക? 1719 d ചെയ്യുക. ഓക്കെ, d ചെയ്യുക. സോ എത്ര വരും? 1719/3 ചെയ്താൽ മതി. 3 ചെയ്താൽ മതി. നമുക്കിവിടെ ആൻസർ 573 എന്ന് വരും. ഓക്കെ, 573 എന്ന് വരും. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ് അവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ഇവിടെ നമ്മൾ 30 മീറ്റർ ചെയിൻ ആയതുകൊണ്ടാണ് ഈ ഇക്വേഷൻ എടുത്തതല്ലേ. ഇനി 20 മീറ്റർ ചെയിൻ ആയിരുന്നെങ്കിലോ 20 മീറ്റർ ചെയിൻ ഏത് ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്? 146/r ആണ് വരിക. ഓക്കെ, 146/r ആണ് നമ്മളവിടെ 20 മീറ്റർ ചെയിൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ യൂസ് ഓർമ്മിക്കുക. 30 മീറ്റർ ചെയിൻ ആണെങ്കിൽ d ഈസ് ഈക്വൽ ടു 1719/r, 20 മീറ്റർ ചെയിൻ ആണെങ്കിൽ 1146/r. അതാണ് ആ ഇക്വേഷൻസ് ആണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സിമ്പിൾ പ്രോബ്ലമാണ് ഇതൊക്കെ ചോദിക്കാൻ. ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ നമ്മുടെ ഓവർസിയർ സെക്കൻഡ് ഗ്രേഡിനായാലും തേർഡ് ഗ്രേഡിനായാലും ചോദിക്കാവുന്ന സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കാം, ഞാൻ റിപ്ലൈ തരുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. താങ്ക് യു.